നമസ്കാരം. വളരെയധികം സംഭവബഹുലമായിട്ടുള്ള ഒരു കലണ്ടർ വർഷം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കടന്നുപോയിട്ടുണ്ട്. 2025 എന്ന് പറയുന്നത് വളരെയധികം അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു കലണ്ടർ വർഷം തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടും പിൻ പോയിന്റ് ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ GSTയിൽ നൽകിയിട്ടുള്ള ഇളവ് ഓട്ടോമൊബൈൽ സെക്ടറിന് കാര്യമായിട്ടുള്ള ഉണർവ് ഉണ്ടാക്കി എന്നുള്ളതാണ്. എന്നാൽ അതെത്ര കാലത്തേക്ക് നിലനിൽക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യമാണ്. 2026 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രൈസ് ഹൈക്കിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് ഇപ്പോൾ റബ്ബറിന് വില കൂടുന്നു എന്ന് പറയുന്നു, കോപ്പറിന് വില കൂടുന്നു, അലുമിനിയം അതിന് വില കൂടുന്നു, സ്റ്റീൽ, ഇങ്ങനെയുള്ള വാഹന നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കമ്മോഡിറ്റീസിനൊക്കെ അത്യാവശ്യത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല രൂപയുടെ മൂല്യം കുറച്ച് കുറയുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വളരെ ശക്തമായിട്ട് ആളുകൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാരുതി സുസുക്കി പ്രൈസ് ഹൈക്ക് തീർച്ചയായിട്ടും ചെയ്യും, പക്ഷേ അവർ ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നാൽ MG തീർച്ചയായിട്ടും പ്രൈസ് ഹൈക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനുവരി മുതൽ പ്രൈസ് ഹൈക്ക് ചെയ്യും എന്നവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല നിസാനും അവരുടെ പ്രൈസ് ഹൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരും ജനുവരിയിൽ തീർച്ചയായിട്ടും അവരുടെ പ്രൈസ് ഹൈക്ക് ചെയ്യും. ഇതിനോട് ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഓരോ മാനുഫാക്ചേഴ്സും പ്രൈസ് ഹൈക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബെനിഫിറ്റൊക്കെ എത്ര കാലത്തേക്ക് കിട്ടും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതായത് സെപ്റ്റംബർ 22, 2025 നിലവിൽ വന്നിട്ടുള്ള ഈ GSTയുടെ ബെനിഫിറ്റ് നമുക്കൊരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 3 മാസം മാത്രമാണ് ലഭിച്ചത്. അതിൻ്റെ ഇടയിലൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില മാനുഫാക്ചേഴ്സ് അവരുടെ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് വില അങ്ങോട്ട് കൂട്ടി. ഈ ചെറിയ വ്യത്യാസങ്ങളെന്ന് പറയുന്നതും ഏത് സാധനമാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ GST ഉണ്ടല്ലോ. ഇപ്പോൾ ചെറിയൊരു വയർ ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു റബ്ബറിൻ്റെ പാർട്സ് ആയിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഔട്ട്സോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ OEM അല്ലാത്ത പാർട്സുകളുണ്ടല്ലോ, പുറമേ നിന്നൊക്കെ ആളുകൾ സപ്ലൈസൊക്കെ നൽകുന്ന അങ്ങനെയുള്ള പാർട്സുകളൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ പോലും അതിനകത്തും GSTയുടെ ബെനിഫിറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇവർക്ക് കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഥാറിൻ്റെ റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന വാഹനത്തിന് ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആഡ് ചെയ്തു. ചെറിയ ചെറിയ ഈ പറയുന്ന പവർ വിൻഡോ സ്വിച്ചുകൾ ഡോറിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ട് നല്ല രീതിക്ക് വില അങ്ങോട്ട് കൂട്ടി. റിലേറ്റീവായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത്തരം ചേഞ്ചുകൾക്ക് ഉള്ള വില എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ലാഭകരമാണ്. അതായത് അവർക്ക് ലഭിക്കുന്ന ലാഭം എപ്പോഴും അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കും. ഇതെല്ലാം വന്ന് ഭവിക്കുന്നത് ആരുടെ മുകളിലാണ്? സാധാരണക്കാരായ കസ്റ്റമറിൻ്റെ മുകളിലാണ്. ഒരു കാര്യം കൂടെ ചേർത്ത് വെക്കട്ടെ, ഈ ഥാറിൻ്റെ 3 ഡോർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഗ്രില്ലൊക്കെ ഒന്ന് മാറ്റി ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ചേഞ്ചുകൾ, അതായത് ഥാർ റോക്സിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടങ്ങ് പ്രൈസ് കൂട്ടും. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് പ്രൈസ് പ്രീ GST കട്ട് അതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു പ്രൈസിനോട് ഏകദേശമൊക്കെ സിമിലറായിട്ടാണ് നിൽക്കുന്നത്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ പ്രധാനമായിട്ടൊരു കാറ് വാങ്ങുമ്പോൾ ഇനി എന്ത് ശ്രദ്ധിക്കണം. കാരണം 2025 ശേഷം 26 വരുമ്പോഴത്തേക്കും ഒരുപാട് ഇലക്ട്രിക് കാറുകൾ വരും. ഹൈബ്രിഡിന് കാര്യമായിട്ടുള്ളൊരു പ്രൊമോഷൻ ഉണ്ടാകില്ല. ഹൈബ്രിഡ് എന്ന പേരിൽ മാരുതി സുസുക്കി 2-3 വർഷത്തിനുള്ളിൽ ഇലക്ട്രിക് കാറുകൾ ഇറക്കും. അതായത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ വരും. പക്ഷേ പണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് കാര്യമായിട്ട് ഉയരാൻ പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഓൾറെഡി നമ്മുടെ കോണ്ടന്റിലേക്ക് കടന്നു കഴിഞ്ഞു. എഞ്ചിൻ പേട മറ്റൊരു വ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ലാഗൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു കാറ് വാങ്ങാനായിട്ടൊരു ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അത് ചിന്തിക്കണം. കാരണം നമുക്കൊരാവശ്യം, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു കാർ മേടിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത്. ഇനി ഈ കാർ വാങ്ങിച്ചാൽ തന്നെ പിന്നീട് അങ്ങോട്ട് ചിലവായിരിക്കും. കാരണം വാഹനം ഷോറൂമിൽ നിറക്കുമ്പോൾ തന്നെ അതിൻ്റെ 10% വില കുറയും എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ഏത് ടൈപ്പ് കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏത് ബഡ്ജറ്റിലുള്ള വാഹനം വാങ്ങിക്കണം, എത്ര കാലം ഈ ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയണം, അത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു കൺഫ്യൂഷനുള്ളൊരു സമയമാണ്. ഇലക്ട്രിക്കിലേക്ക് പോകണമോ, ഹൈബ്രിഡിലേക്ക് പോകണമോ, ഡീസൽ നിർത്തുമോ, പെട്രോൾ കാർ വാങ്ങിച്ചാൽ മൈലേജ് ഇല്ലാതെ അതിന് ഇഷ്യൂസ് ഉണ്ടാകുമോ, E20 വരുന്നുണ്ട്, അതുമാത്രമല്ല E30 വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ E27 വരുന്നുണ്ട്, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നുണ്ട്. ഡീസലാണെന്നുണ്ടെങ്കിൽ ബ്യൂട്ടനോൾ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ, അല്ലെങ്കിൽ അട്ടർ ഖയോസിലാണ് കസ്റ്റമേഴ്സ് നിൽക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമാണ്. അതിൻ്റെ ഓരോ പൈസയ്ക്കും ഓരോ പണത്തിനും നിങ്ങൾ അതിൻ്റെ റെസ്പെക്റ്റ് കൊടുത്തേ മതിയാവുള്ളൂ. കാരണം
നിങ്ങളിപ്പോൾ ഒരു 8 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് എത്ര കാലം നിങ്ങൾ അധ്വാനിക്കണം. എന്നാൽ ആ 8 ലക്ഷം രൂപ 1 2 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഒരു കാറെന്ന് പറയുന്നത് അത്തരത്തിലുള്ളൊരു സംഭവമാണ്. പെട്ടെന്ന് നിങ്ങളുടെ പണം നഷ്ടമാകാൻ കാരണമായിട്ടുള്ള ഒരു വസ്തുവാണ്. പക്ഷേ അതൊരാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ഒരു ആഡംബരമല്ല. പണ്ടൊക്കെ കാർ മേടിച്ച് ഒരു ആഡംബരത്തിന് വേണ്ടി പോർച്ചിലിടുന്നത് പോലല്ല. ഇന്ന് അതൊരാവശ്യമാണ്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നിങ്ങൾ മേടിക്കുക. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള ഒരു സ്ഥിതി അല്ലെങ്കിൽ പോലും നല്ലൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മതി. കാര്യത്തിലേക്ക് വരാം. സേഫ്റ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഗ്ലോബൽ എൻക്യാപ്പിൽ മാരുതി സുസുക്കിയുടെ സിയാസിന് സിംഗിൾ സ്റ്റാറാണ് ലഭിച്ചത്. മാരുതി സുസുക്കിയുടെ സെലേറിയയ്ക്ക് അതിന് 3 സ്റ്റാറാണ് ലഭിച്ചത്. ഇന്ത്യയിൽ നല്ല രീതിക്ക് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനങ്ങൾക്കൊക്കെ പുറമേയുള്ള രാജ്യങ്ങളിലെ ഗ്ലോബൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എൻക്യാപ്പ് റേറ്റിങ്ങിലൊക്കെ വളരെ കുറച്ച് സ്റ്റാറാണ് ലഭിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അടുത്തിടെ ഓസ്ട്രേലിയൻ എൻക്യാപ്പിൽ ഫ്രോങ്സിന് ലഭിച്ചത് സിംഗിൾ സ്റ്റാറാണ്. ഓസ്ട്രേലിയൻ എൻക്യാപ്പിൽ അഡൽട്ട് ഓക്യുപ്പൻസി സേഫ്റ്റി എന്ന് പറയുന്നതിൽ 40ൽ 19 പോയിൻ്റ് മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ചൈൽഡ് ഓക്യുപ്പൻസി സേഫ്റ്റി ആ ഒരു പോയിന്റിൽ 49 പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ 20.1 അത്ര അപ്രോക്സിമേറ്റ്ലി അത്ര ഒരു പോയിൻ്റാണ് ആ ഒരു വാഹനത്തിന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും ചെസ്റ്റിന് കാര്യമായിട്ടുള്ള ഇഞ്ചുറി ഹെഡ് ടു ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ഓൺ കൊളീഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുസുക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനം ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ മാരുതി സുസുക്കി ഉണ്ടാക്കിയിട്ട് ആ 6 എയർ ബാഗുള്ള വാഹനം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ്. അത് ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ ഈ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലുള്ള സുസുക്കി ഡീലർഷിപ്പുകൾ അല്ലെങ്കിൽ സപ്ലയേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ് ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് 2 വർഷം മുമ്പ് ബലീനോയ്ക്കും സംഭവിച്ചത്. മാത്രമല്ല ഈ സുസുക്കി ഫ്രോങ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പുറകോട്ട് വലിയാനുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന റിയർ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ കാറുകളൊക്കെ മികച്ച കാറുകളാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാര്യങ്ങൾ ഇത്തരത്തിലാണ് പോകുന്നത്. അങ്ങോട്ട് പുതിയ ഒരുപാട് വാഹനങ്ങൾ വരും, ഒരുപാട് വാഹനങ്ങൾ ലോഞ്ച് ചെയ്യും. നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്ന രീതിയിലുള്ള വാഹനങ്ങളൊക്കെ വരും. ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 15 ലക്ഷം 20 ലക്ഷമൊക്കെ കൊടുത്താലാണ് ഒരു നല്ല വാഹനം എന്ന് പറയുന്നൊരു വാഹനം കിട്ടാനുള്ള സാധ്യതയുള്ളൂ. നമ്മളൊരു എൻട്രി ലെവൽ കാറിന് തന്നെ ഇപ്പോൾ 10 ലക്ഷം രൂപയായിട്ട് മാറിക്കഴിഞ്ഞു. അത്തരം കാറുകൾ വാങ്ങിച്ചാൽ പോലും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു വാഹനം എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞാൽ, ഞാൻ പല ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് 4 വർഷമായില്ലേ, 5 വർഷമായില്ലേ, ഇത് മാറ്റാറായില്ലേ, എന്തിനു മാറ്റണം? ആ വാഹനം വളരെ നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യം അത് ഫുൾഫിൽ ചെയ്യുമെങ്കിൽ, നിങ്ങൾക്ക് അതുകൊണ്ട് തലവേദന ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജൊക്കെ നൽകുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് ആ ഒരു കാർ മതിയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളതിന് മാറ്റാൻ പോകണം? ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്, നിങ്ങളത് നിലനിർത്തണം. കാരണം നിങ്ങൾ മാറ്റാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സെയിം കാർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ മാത്രമേ പുതിയ കാറിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതേസമയം ഭീമമായ തുക നിങ്ങൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനെ പരിപാലിക്കാൻ ഇൻഷുറൻസ് ആയിക്കോട്ടെ, വീൽ അലൈൻമെൻറ്റ് ആയിക്കോട്ടെ, പീരിയോഡിക് സർവീസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഫൈൻ വന്നാൽ അതായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് റെഗുലർ സർവീസ് കാര്യങ്ങൾക്ക് ഇതിനെല്ലാം നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ആഫ്റ്റർ മാർക്കറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനും നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. ഇനി അങ്ങോട്ട് പ്രൈസ് ഹൈക്കിൻ്റെ ഒരു സമയമാണ്. 2025 ഡിസംബർ കഴിഞ്ഞ് 2026 ജനുവരി ടു 2026 ഡിസംബർ വരെയുള്ളൊരു കാലഘട്ടം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്ലി പ്രൈസ് ഹൈക്കിന് ഒരുപാട് സാധ്യതയുണ്ട്. പേഴ്സൻറ്റേജ് ഓഫ് പ്രൈസ് ഹൈക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. തീർച്ചയായിട്ടും പുതിയ പുതിയ വാഹനങ്ങൾ വരും, മുഖം മിനിക്കും പല പല വാഹനങ്ങൾ ഇറങ്ങും. ഒരു വാഹനം തന്നെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരും. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കണം. നിങ്ങളുടെ പണമാണ്, അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സമൂഹം എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ചൊരു വാഹനം വാങ്ങണം. നിങ്ങളുടെ വാഹനം ദ ബെസ്റ്റാണ്, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.